നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കുമെതിരെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത്. നാഷണൽ ഹെറാൾഡിന്റെ പ്രസാധകരായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിലേക്ക് അനധികൃതമായി പണമൊഴുക്കാൻ വ്യാജ ഇടപാടുകൾ നടത്തിയെന്ന് ഇഡിക്കായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ്.വി. രാജു ഡൽഹിയിലെ പ്രത്യേക കോടതിയിൽ വാദിച്ചു. കേസിൽ വാദം ആരംഭിച്ച ആദ്യ ദിവസമാണ് ഇഡിയുടെ ഭാഗത്തു നിന്ന് ഈ നിർണായക വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. തട്ടിപ്പ് ഇടപാടുകളിലൂടെയുള്ള പണമിടപാട് ഇഡിയുടെ വാദമനുസരിച്ച് AGLന് സാമ്പത്തിക സഹായം നൽകിയതെന്ന പേരിൽ നടന്ന പല ഇടപാടുകളും വാടകയുടെയും പരസ്യങ്ങളുടെയും മറവിലുള്ള തട്ടിപ്പുകളായിരുന്നു. ഈ ഇടപാടുകളിലൂടെയാണ് അനധികൃതമായി പണം AGLലേക്ക് എത്തിയതെന്ന് ഇഡി കോടതിയെ അറിയിച്ചു. സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിയമപരമായ വഴികളിലൂടെ ഫണ്ട് സ്വരൂപിക്കുമ്പോൾ ഇവിടെ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന ലക്ഷ്യത്തോടെയുള്ള വ്യാജ ഇടപാടുകളാണെന്ന് ഇഡി ആരോപിക്കുന്നുണ്ട്. ഓഹരി കൈമാറ്റത്തിലെ ദുരൂഹത മാധ്യമ പ്രവർത്തകൻ സുമൻ ദുബെ സോണിയാഗാന്ധിക്കും മുൻ കേന്ദ്രമന്ത്രി ഓസ്കർ ഫെർണാണ്ടസ് രാഹുൽ ഗാന്ധിക്കും ഓഹരികൾ കൈമാറിയെന്ന ആരോപണവും ഇഡി ഉന്നയിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി ഈ ഓഹരികൾ പിന്നീട് തിരികെ നൽകിയെന്നും ഇഡി ചൂണ്ടിക്കാട്ടി. ഈ ഓഹരി കൈമാറ്റങ്ങളെല്ലാം കടലാസിൽ മാത്രം നടന്ന ഇടപാടുകളായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ഒരു സാമ്പത്തിക ഇടപാടും നടന്നിട്ടില്ലെന്നും ഇഡി വാദിച്ചു. അതായത് ഓഹരികൾ കൈമാറാൻ ഉപയോഗിച്ച രേഖകൾ മാത്രമാണ് നിലവിലുള്ളതെന്നും ഓഹരികൾ വിറ്റഴിക്കുകയോ വാങ്ങുകയോ ചെയ്തതിന് പണമിടപാടുകളൊന്നും നടന്നിട്ടില്ലെന്നും ഇതൊരു തട്ടിപ്പാണെന്നും ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വിശദീകരിച്ചു. ഇത്തരം വ്യാജ കൈമാറ്റങ്ങളിലൂടെയാണ് AGLന്റെ നിയന്ത്രണം യങ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലേക്കും അതുവഴി സോണിയാഗാന്ധിയിലേക്കും രാഹുൽ ഗാന്ധിയിലേക്കും എത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. യഥാർത്ഥ ഗുണഭോക്താക്കൾ സോണിയയും രാഹുലും മാത്രം. ഏറെ നിർണായകമായ ഒരു ആരോപണമാണ് 2015 വരെ AGLന്റെ ആസ്തികളിലും പ്രവർത്തനങ്ങളിലും പൂർണ്ണ നിയന്ത്രണമുള്ള യഥാർത്ഥ ഗുണഭോക്താക്കൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മാത്രമായിരുന്നു എന്ന ഇഡിയുടെ വാദം. സാധാരണയായി ഒരു കമ്പനിയുടെ യഥാർത്ഥ ഗുണഭോക്താവ് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭം നേടുന്ന വ്യക്തിയോ വ്യക്തികളോ ആണ്. AGLന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അന്തിമ തീരുമാനമെടുത്തിരുന്നത് സോണിയയും രാഹുലുമായിരുന്നുവെന്നും വാടകയായി ലഭിച്ച 142 കോടി രൂപയടക്കം അനധികൃത ഇടപാടിലൂടെയാണ് ഇവർ സമ്പാദിച്ചതെന്നും ഇഡി ആരോപിച്ചു. ഈ 142 കോടി രൂപ സോണിയയും രാഹുലും വ്യക്തിപരമായി വെളുപ്പിച്ച കള്ളപ്പണമാണെന്നും ഇഡി ആവർത്തിച്ച് വ്യക്തമാക്കി. കോടതിയുടെ ചോദ്യവും ഇഡിയുടെ മറുപടിയും. ഇഡി ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്കിടെ കേസ് പരിഗണിച്ച ജഡ്ജി വിശാൽ ഗോഡ്സെ ഒരു നിർണായക ചോദ്യം ഉന്നയിച്ചു. വാടകയും പരസ്യ പേയ്മെന്റുകളും നൽകിയവരും ഈ കേസിൽ പ്രതികളാകില്ലേ എന്ന് ജഡ്ജി ഇഡിയോട് ചോദിച്ചു. സാധാരണഗതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ പണം നൽകിയവരെയും സ്വീകരിച്ചവരെയും ഒരുപോലെ പ്രതി ചേർക്കാറുണ്ട് എന്നതുകൊണ്ടായിരുന്നു ഈ ചോദ്യം. ഇതിന് മറുപടിയായി ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും അനുബന്ധ കുറ്റപത്രം വൈകാതെ സമർപ്പിക്കുമെന്നും ഇഡി ഏജൻസി കോടതിയെ അറിയിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് കേസിൽ കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. കേസിന്റെ കാതൽ എന്ന് പറയുന്നത് 2000 കോടിയിലധികം രൂപ മൂല്യമുള്ള AGLന്റെ ആസ്തികൾ രാഹുലും സോണിയയും അടക്കമുള്ള പ്രതികൾ യങ് ഇന്ത്യൻ എന്ന കമ്പനി വഴി തട്ടിയെടുത്തു എന്ന ആരോപണമാണ്. യങ് ഇന്ത്യ ഒരു ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ കമ്പനി രൂപീകരിച്ചത് AGLന്റെ വലിയ ആസ്തികൾ കൈയടക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണെന്നും അതിന് യാതൊരു വാണിജ്യ പ്രവർത്തനങ്ങളുമില്ലെന്നും ഇഡി വാദിക്കുന്നു. വിശദമായി പറഞ്ഞാൽ നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന AGL കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി AGLന് 90.25 കോടി രൂപ പലിശരഹിത വായ്പയായി നൽകി. ഇത് AGLന്റെ കടം തീർക്കാനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ കടം യങ് ഇന്ത്യ എന്ന കമ്പനിക്ക് വെറും 50 ലക്ഷം രൂപയ്ക്ക് കൈമാറി. യങ് ഇന്ത്യൻ കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമാണ്. ഈ കൈമാറ്റത്തിലൂടെ വെറും 50 ലക്ഷം രൂപ മുടക്കി 2000 കോടിയിലധികം രൂപ ആസ്തിയുള്ള AGLന്റെ പൂർണ്ണ നിയന്ത്രണം യങ് ഇന്ത്യൻ വഴി സോണിയയ്ക്കും രാഹുലിനും ലഭിച്ചു എന്നാണ് ഇഡി ആരോപിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാനും AGLന്റെ വിലയേറിയ ഭൂമിയും മറ്റ് ആസ്തികളും വ്യക്തിഗത നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാനുമുള്ള ഒരു പദ്ധതിയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. ഈ കേസ് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ രാഷ്ട്രീയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരിട്ട് ആരോപണ വിധേയനായതിനാൽ ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. പ്രതിപക്ഷം ഈ വിഷയത്തെ കോൺഗ്രസിന്റെ അഴിമതിയുടെ പ്രതീകമായി ഉയർത്തിക്കാട്ടുമ്പോൾ കോൺഗ്രസ് ഇത് രാഷ്ട്രീയ പ്രേരിതമായ പകപോക്കലായാണ് ആരോപിക്കുന്നത്. ഇഡിയുടെ വാദം വ്യാഴാഴ്ചയും തുടരും. കേസിന്റെ വിചാരണയും അതിലുണ്ടാകുന്ന പുതിയ വെളിപ്പെടുത്തലുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുറപ്പാണ്. കേസിന്റെ ഓരോ ഘട്ടങ്ങളും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും പൊതുജനങ്ങളും.